ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാക്സിമം മോഡുലസ് തിയറം. അപ്പോൾ മാക്സിമം മോഡുലസ് തിയറം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ പല അർത്ഥങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തിയറത്തിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യം ഒരു നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നോട്ട് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമേഗ എന്ന് പറയണത് ഒരു subset of C ആണ് and alpha is in the interior of omega. കിട്ടിയോ? ആൻഡ് ആ ആൽഫ സെൻറ്റർ ആയിട്ട് റോ റേഡിയസ് റോ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ റേഡിയസ് ആയിട്ട് നമ്മളൊരു ഒമേഗ എന്ന് പറയുന്നൊരു റീജിയൻ ആണ് കേട്ടോ. ഒമേഗ എന്ന് പറയുന്നൊരു റീജിയൻ. അപ്പോൾ ആ ആൽഫ സെൻറ്റർ ആയിട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ ഒമേഗയിലെ ഒരു പോയിന്റ് ആണ്, ആ റീജിയനിലൊരു പോയിന്റ് ആണ്. ആ ആൽഫ സെൻറ്റർ ആയിട്ട് റോ റേഡിയസ് ആയിട്ട് നമ്മൾക്കൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യാം. എങ്ങനെയുള്ള ഓപ്പൺ ബോൾ? ഒമേഗയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ഓപ്പൺ ബോൾ. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് ഒമേഗയിൽ നമുക്കൊരു പോയിന്റ് കണ്ടെത്താൻ പറ്റും. ആ പോയിന്റ് പ്രത്യേകത എന്താ? അബ്സല്യൂട്ട് വാല്യൂ ഇതെന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് സി ആണ്. അപ്പോൾ വലുത് ചെറുത്, കോംപ്ലക്സ് നമ്പർ വലുത് ചെറുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ റിയൽ നമ്പർ പറയണ പോലെ പറയാൻ പറ്റില്ലല്ലോ, മോഡുലസ് വെച്ചിട്ടല്ലേ പറയുക. അപ്പോൾ മോഡ് സീറ്റ ഗ്രേറ്റർ ദാൻ മോഡ് ആൽഫ. അപ്പോൾ എന്താ പറയുന്നത്? ദെൻ ദർ ഈസ് എ പോയിന്റ് സീറ്റ ഇൻ ഒമേഗ വിത്ത് മോഡ് സീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ. ദാറ്റ് ഈസ് ഇഫ് ആൽഫ ഈസ് എ പോയിന്റ് ഇൻ ഒമേഗ വിത്ത് mod alpha greater than or equal to mod theta for every theta belongs to omega, then alpha belongs to the boundary of omega. അപ്പോൾ എന്താ പറയുന്നത് മനസ്സിലായി? ഒമേഗ എന്ന് പറയുന്നൊരു ഓപ്പൺ സെറ്റ് പറഞ്ഞു, സബ്സെറ്റ് ഓഫ് സി പറഞ്ഞു, അതിലൊരു പോയിന്റാണ് ആൽഫ പറഞ്ഞു. ആ ആൽഫ റേഡിയസ് ആയിട്ട് ആൽഫ സെൻറ്റർ ആയിട്ട് റോ എന്ന് പറയുന്ന പോസിറ്റീവ് റിയൽ നമ്പർ റേഡിയസ് ആയിട്ടൊരു ഓപ്പൺ ബോൾ നമുക്ക് ഒമേഗയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടെന്ന് പറയുന്നത്? ദെൻ ദർ ഇസ് എ പോയിന്റ് സീറ്റ ഇൻ ഒമേഗ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഡോമിനേറ്റ്സ് ദി മോഡുലസ് ഓഫ് ആൽഫ. അപ്പോൾ മോഡുലസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് മാക്സിമം അല്ല. ആൽഫ എവിടെയാണെങ്കിൽ ഒമേഗയുടെ അകത്താണെങ്കിൽ, ഉള്ളിലാണെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ആൽഫ ഇസ് എ പോയിന്റ് ഇൻ ഒമേഗ വിത്ത്, അതിൻ്റെ വേറൊരു സെയിം കൺസെപ്റ്റ് തന്നെ പറയുകയാണ്, വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇഫ് ആൽഫ ഇസ് എ പോയിന്റ് ഇൻ ഒമേഗ വിത്ത് മോഡുലസ് ഓഫ് ആൽഫ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സീറ്റ ഫോർ എവറി സീറ്റ ഇൻ ഒമേഗ ആണെങ്കിൽ ഈ ആൽഫ എവിടെയായിരിക്കും? ബൗണ്ടറി ഓഫ് ഒമേഗയിലായിരിക്കും കിടക്കുക. ഒമേഗയുടെ അകത്തുള്ള ഒരു ആൽഫയ്ക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഇങ്ങനെ ഒരു ആൽഫ ഉണ്ട്, ഈ കണ്ടീഷൻ ഫോർ എവറി സീറ്റ ബിലോങ്സ് ടു ഒമേഗയ്ക്ക് എന്ത് ചെയ്യുന്നു? ആ മോഡ് ആൽഫ എന്ന് പറയുന്ന ആള് ഡോമിനേറ്റ് ചെയ്യുന്നു, മോഡ് സീറ്റ്. അങ്ങനെയാണെങ്കിൽ ദിസ് ആൽഫ മസ്റ്റ് ലൈ ഓൺ ദി ബൗണ്ടറി ഓഫ് ഒമേഗ. ഒമേഗയുടെ അകത്ത് കിടക്കുന്ന ഒരു ആൽഫയ്ക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല, അതാണ് ഇവിടെ പറയുന്നത്. ആൽഫ ബിലോങ്സ് ടു ദി ഇന്റീരിയർ ഓഫ് ഒമേഗ ആണെങ്കിൽ എന്താ പറയുന്നത്? ദർ ഈസ് എ പോയിന്റ് സീറ്റ സച്ച് ദാറ്റ് ഇറ്റ്സ് മോഡുലസ് ഡോമിനേറ്റ്സ് ദി മോഡുലസ് ഓഫ് ആൽഫ. ഇഫ് ദി മോഡുലസ് ഓഫ് ആൽഫ ഡോമിനേറ്റ്സ് മോഡുലസ് ഓഫ് സീറ്റ ഫോർ എവറി സീറ്റ ബിലോങ്സ് ടു ഒമേഗ, then that alpha must lie on the boundary of omega. കിട്ടിയോ? അല്ലാണ്ട് ഒമേഗയുടെ അകത്ത് കിടക്കുന്ന ഒരു ആൽഫയ്ക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദാറ്റ് ആൽഫ മസ്റ്റ് ലൈ ഓൺ ദി ബൗണ്ടറി, ഡോ ഒമേഗ എന്ന് പറഞ്ഞ ബൗണ്ടറി ഓഫ് ഒമേഗ. കിട്ടിയോ? അപ്പോൾ അത് മനസ്സിലുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം മോഡുലസ് തിയറം. മാക്സിമം മോഡുലസ് തിയറത്തിന് നിങ്ങൾ കോഷീസ് തിയറം പഠിച്ചിട്ടുള്ള പോലെ തന്നെ അവിടെ 4 വേർഷൻ ആണെങ്കിൽ ഇവിടെ 3 വേർഷൻ ഉണ്ട്. ഒട്ടും മോശമല്ല, 3 വേർഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് അനലറ്റിക് ഇൻ എ റീജിയൻ ജി. റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ആൻഡ് എ എന്ന് പറയുന്ന ആള് എങ്ങനെയുള്ള ആളാ?
പോയിന്റ് ഇൻ ജി വിത്ത് എഫ് എന്താ അനലിറ്റിക് ഇൻ ജി. എ എന്ന് പറയുന്ന ആള് ആ റീജിയനിലെ ഒരു പോയിന്റ്. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഫോർ ഓൾ സെഡ് ഇൻ ജി. അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിരിക്കും? മസ്റ്റ് ബി എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യട്ടോ. എഫ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താ പറയുന്നത്? എഫ് അനലിറ്റിക് ആണ്, ജി എന്ന് പറയുന്ന ഓപ്പൺ കണക്റ്റഡ് സെറ്റില്, ആൻഡ് എ ഇസ് എ പോയിന്റ് ഇൻ ജി വിത്ത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ greater than or equal to modulus of f of z for all z in G. Then f must be a constant function. അപ്പോൾ നമ്മൾ ആ തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യണം. തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒമേഗ എന്ന് പറയുന്നത് അതായത് ജി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ് അല്ലേ? നമ്മൾ എഫ് എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് ജി, ഇമേജ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിട്ടെടുത്തു? ഒമേഗയായിട്ടെടുത്തു. എഫ് ഓഫ് ജി എന്ന് പറയുന്നത് ഒമേഗയായിട്ടെടുത്തു. ആൽഫ എന്ന് പറയുന്ന ആള് എഫ് ഓഫ് എ ആയിട്ടെടുത്തു. എഫ് ഓഫ് എ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എഫ് ഓഫ് എ എന്ന് പറയുന്ന ആള് ആൽഫ ആയിട്ടെടുത്തു. എന്താ പറയുന്നത്? തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ? എഫ് ഓഫ് എ ആൽഫ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് എ ആൽഫ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് സീറ്റ ഫോർ എവറി സീറ്റ ബിലോങ്സ് ടു ഒമേഗ. അപ്പോൾ ഒമേഗ എന്താ? എഫ് ഓഫ് ജി ആണ്. അപ്പോൾ ഈ സീറ്റയുടെ ഫോം എന്ന് പറയുന്നത് സം എഫ് ഓഫ് ഇസെഡ് എന്നുള്ള ഫോമിലായിരിക്കും. സെഡ് ബിലോങ്സ് ടു ജി. കിട്ടിയോ? അപ്പോൾ അതാ തന്നിട്ടുള്ള കണ്ടീഷൻ ഇവിടെ പറഞ്ഞു. ഇനി നമുക്ക് ആ നോട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ ഒരു ആൽഫ ഉണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സീറ്റ ഫോർ എവറി സീറ്റ ബിലോങ്സ് ടു ഒമേഗ ആണെങ്കിൽ എന്തെന്നാ പറയുന്നത്? ആൽഫ എന്ന് പറയുന്നത് ബൗണ്ടറി ഓഫ് ഒമേഗയിലായിരിക്കും കിടക്കുക അല്ലേ? അപ്പോൾ ആൽഫ ബിലോങ്സ് ടു എവിടെന്നാ നമ്മൾ ആദ്യം എടുത്ത്? ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ആൽഫ ബിലോങ്സ് ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ബിലോങ്സ് ടു ജി ആണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞു. അപ്പോൾ ആൽഫ എവിടെയുണ്ട്? എഫ് ഓഫ് ജിയിലുണ്ട്. എഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒമേഗയാണ്. അപ്പോൾ ആൽഫ ഇവിടെ നിന്ന് എന്ത് കിട്ടി? ആൽഫ ബിലോങ്സ് ടു ആ നോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ നമുക്ക് ആൽഫ ബിലോങ്സ് ടു ബൗണ്ടറി ഓഫ് ഒമേഗ എന്ന് കിട്ടി. അപ്പോൾ ആൽഫ ഒമേഗയിലും ഉണ്ട് ഡോ ഒമേഗയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനിലും ഉണ്ട്. കിട്ടിയോ? അതിൻ്റെ ഇൻ്റർസെക്ഷനിലും ഉണ്ട്. അപ്പോൾ ഒമേഗ എന്തെന്ന് പറയാ? ഒമേഗ ഓപ്പൺ ആവാൻ പറ്റുമോ? ഒമേഗ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൗണ്ടറിയിലും ഉണ്ട് ഒമേഗയിലും ഉണ്ടെന്ന് പറയണമെങ്കിൽ ഒമേഗ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് പോസിബിൾ ആണോ? അപ്പോൾ നോക്കൂ, ഒമേഗ കനോട്ട് ബി ഓപ്പൺ. കിട്ടിയോ? ഒമേഗ ഓപ്പൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് ഒമേഗ ഇസ് ഓപ്പൺ എന്താ വരിക? ഒമേഗ ഇന്റർസെക്ഷൻ. ഒമേഗ ഓപ്പൺ ആണെങ്കിൽ എന്താ? ഈ ബൗണ്ടറി അതിൽ വരില്ലല്ലോ അല്ലേ? ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ എന്താ? എവറി പോയിന്റ് ഇസ് ആൻ ഇന്റീരിയർ പോയിന്റ് അല്ലേ? ഒരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റണം. അതിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ബൗണ്ടറിയും കൂടെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്പൺ അല്ലാതെയായി മാറും അല്ലേ? അപ്പോൾ ഈ ഒമേഗ ഈസ് ഓപ്പൺ ആണെങ്കിൽ എന്താ? ഈ ബൗണ്ടറി ഒഴിവാക്കണം. ഒമേഗ ഇന്റർസെക്ഷൻ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ടി ആയിരിക്കും. കിട്ടിയോ? പക്ഷെ ഇവിടെ എന്തെന്നാ കിട്ടിയിട്ടുള്ളത്? ഒമേഗ ഇന്റർസെക്ഷൻ ഒമേഗയിലെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക്. അതായത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 5 empty. ഇറ്റ് ഈസ് നോട്ട് ആൻ എം ടി സെറ്റ് അല്ലേ? അപ്പോൾ ഇത് എം ടി സെറ്റ് അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. സിൻസ് ആൽഫ ബിലോങ്സ് ടു ഒമേഗ ഇന്റർസെക്ഷൻ ഒമേഗ ഇറ്റ് ഈസ് നോട്ട് എം ടി. അപ്പോൾ ഇത് എം ടിയും അല്ല. കിട്ടിയല്ലോ? അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം ഇവിടെ?
എഫ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഓപ്പൺ മാപ്പിംഗ് തിയറം അറിയാം അല്ലേ. ജി എന്ന് പറയുന്ന ഒരു റീജിയൻ, എഫ് എന്ന് പറയുന്ന ഒരു നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ ജി ആണെങ്കിൽ എഫ് ഇസ് ആൻ ഓപ്പൺ മാപ്പ്. ദാറ്റ് മീൻസ് എഫ് മാപ്സ് എവറി ഓപ്പൺ സെറ്റ് ഇൻ ജി into an open set. That means if U is open in G, then f of U is open. അല്ലേ. ജി എന്ന് പറയുന്ന ഒരു റീജിയൻ, എഫ് ഈസ് അനലിറ്റിക് ഇൻ ജി ആൻഡ് എഫ് ഈസ് ഓൾസോ നോൺ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എന്തെന്നാ ഓപ്പൺ മാപ്പിംഗ് തിയറം പറയുന്നത്? ഫോർ എവറി ഓപ്പൺ സെറ്റ് യു ഇൻ ജി എഫ് ഓഫ് യു ഇസ് ഓപ്പൺ. That means a non-constant analytic function maps an open set into an open set. അതല്ലേ പറയുന്നത് ഓപ്പൺ മാപ്പിംഗ് തിയറം. അപ്പോൾ ഇവിടെ എന്തെന്നാ കിട്ടിയത്? നമ്മൾക്ക് എന്താ കിട്ടിയത്? ഒമേഗ കനോട്ട് ബി ഓപ്പൺ. ദാറ്റ് മീൻസ് ഇവിടെ ജി എന്ന് പറയുന്നത് എന്താ? ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ്, ഓപ്പൺ സെറ്റാണ്. എഫ് അനലിറ്റിക്കുമാണ്, എഫ് അനലിറ്റിക് ആണ്, ജി ഓപ്പൺ ആണ് അല്ലേ. ഇവിടെ ഒമേഗ എന്ന് പറയുന്ന നോട്ട് ഓപ്പൺ എന്നും കിട്ടി അല്ലേ. അപ്പോൾ ഓപ്പൺ മാപ്പിംഗ് തിയറം പ്രകാരം എഫ് നോൺ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ഓപ്പൺ മാപ്പിംഗ് തിയറം എന്താ പറയുന്നത്? എ നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ മാപ്സ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ ടു ആൻ ഓപ്പൺ സെറ്റ്. ഇത് ഓപ്പൺ സെറ്റ് ആണ്. ഇത് നോൺ കോൺസ്റ്റന്റ് ആയാലും എന്ത് സംഭവിക്കും? എഫ് ഓഫ് ജി ഓപ്പൺ ആവണം. എഫ് ഓഫ് ജി ഇവിടെ ഓപ്പൺ ആണോ? ഒമേഗ ഈസ് നോട്ട് ഓപ്പൺ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താവാനേ പറ്റുള്ളൂ? എഫ് എന്താവാനേ പറ്റുള്ളൂ? എഫ് must be a constant. കിട്ടിയോ? അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് വേർഷൻ ഓഫ് മാക്സിമം മോഡുലസ് തിയറം പറയുന്നത്. ഇനി നമ്മളുടെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇതിനകത്ത് ഇപ്പോൾ ജി എന്ന് പറയുന്ന ഒരു റീജിയൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റാണ്. ഇവിടെ ഈ ജിയുടെ കണക്റ്റഡ്നെസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വല്ലതും തിയറത്തിന് കോൺട്രഡിക്ഷനോ അങ്ങനെ വല്ലതും കിട്ടുമോ? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് ഇനി ഈ സെക്കൻഡ് വേർഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ കിട്ടും. അപ്പോൾ നോക്കൂ, സെക്കൻഡ് വേർഷൻ ഓഫ് മോഡുലസ് പ്രിൻസിപ്പിൾ പറയുന്നത് ജി ഒരു ബൗണ്ടഡ് ഓപ്പൺ സെറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ജി കണക്റ്റഡ് ആണെന്ന് പറയുന്നില്ല, ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കണക്റ്റഡ്നെസ് മാറ്റിക്കഴിഞ്ഞാൽ വല്ല മോഡുലസ് തിയറത്തിന്, ഫസ്റ്റ് വേർഷൻ ഓഫ് മോഡുലസ് തിയറത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയോ? അതുപോലെ നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? ജി ബി എ ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് ഇൻ സി. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൗണ്ടഡ്നെസ് ഒഴിവാക്കാൻ പറ്റുമോ? ബൗണ്ടഡ്നെസ്, ജിയുടെ ബൗണ്ടഡ്നെസ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേർഷൻ ഓഫ് മോഡുലസ് പ്രിൻസിപ്പിൾ, മോഡുലസ് മാക്സിമം മോഡുലസ് തിയറത്തിന് എന്ത് സംഭവിക്കും? അത് മാറ്റാവോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം പല രീതിയിൽ. ഇപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാത്രമല്ലല്ലോ ചോദിക്കുക. അപ്പോൾ ജി ബി എ ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് ഇൻ സി ആൻഡ് സപ്പോസ് എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ജി ക്ലോഷർ. അപ്പോൾ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ജി ക്ലോഷർ വിച്ച് ഇസ് അനലിറ്റിക് ഇൻ ജി, അനലിറ്റിക് ഇൻ ജി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വേർഷൻ എന്താ പറയുന്നത്? മാക്സിമം ഓഫ് ദി സെറ്റ്, വിച്ച് സെറ്റ്? maximum of set of all f of set such that set belongs to G closure is equal to ആരോട് ഈക്വൽ ആ maximum of modulus of f of set such that set belongs to the boundary of G. ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൗണ്ടഡ്നെസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് നിങ്ങൾ എടുക്കുന്ന ജി എന്ന് പറയുന്ന ആള് ഇപ്പോൾ ബൗണ്ടഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കിട്ടിയോ? അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് ആദ്യം ഇത് ഡയറക്റ്റ് തിയറം പ്രൂവ് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, സിൻസ് ജി ഈസ് ബൗണ്ടഡ്, ജി ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് ജി അല്ലേ. അപ്പോൾ ജി ബൗണ്ടഡ് ആന്ന് പറഞ്ഞിട്ടുണ്ട്, ജി ഓപ്പൺ ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ക്ലോഷറിൽ ഇപ്പോൾ ഓപ്പണും ബൗണ്ടഡും ആണ് അല്ലേ. അപ്പോൾ ജി ക്ലോഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ബൗണ്ടറിയും കൂടെ ചേർത്തിയിട്ടാണ് വരിക എന്നറിയാം
ബൗണ്ടഡ് ആയതുകൊണ്ട് ജി ബൗണ്ടഡ് ആൻഡ് ഓപ്പൺ. അപ്പോൾ ജി ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലല്ലേ വരിക. അപ്പോൾ ദർ ഇസ് എ പോയിന്റ് ഇൻ ജി ക്ലോഷറിൽ ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു ജി ക്ലോഷർ. അത് പോസിബിൾ ആണല്ലോ, അത് പോസിബിൾ ആണ്. ജി ബൗണ്ടഡും ഓപ്പണും ആയതുകൊണ്ട് നമുക്ക് ജി ക്ലോഷറിൽ ഒരു പോയിന്റ് എ കണ്ടെത്താൻ പറ്റും അല്ലേ. എങ്ങനെയുള്ള എ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു ജി ക്ലോഷർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്ത് വന്നു? എന്താ കിട്ടിയത്? ഈ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വേർഷനുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, എഫ് ഇനി രണ്ട് കേസായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, കേസ് 1 എന്ന് പറയുന്ന എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? വാല്യൂസ് എല്ലാം സെയിം ആണ്. അപ്പോൾ മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ജി ക്ലോഷർ എന്ന് പറയുന്നത് മാക്സിമം ഒരേ വാല്യൂല്ലേ വരും. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ അറിയാലോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഫ്രം എക്സ് ടു വൈ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എക്സ് ആണ് അല്ലെ, ഒരേ വാല്യൂല് വരുന്നത്. അപ്പോൾ എന്താ വരുന്നത്? കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ റിസൾട്ട് ട്രിവിയലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എഫ് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എഫ് നോൺ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ വരിക? മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ഫോർ എവറി സെറ്റ് ബിലോങ്സ് ടു ജി ക്ലോഷർ എന്നുള്ള കണ്ടീഷൻ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എ എന്ന് പറയുന്ന എവിടെ കിടക്കണം? ബൗണ്ടറി ഓഫ് എ എവിടെ കിടക്കണം? ബൗണ്ടറി ഓഫ്, അതിൽ പറയുന്നത് എഫ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ദെൻ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നത് ബൗണ്ടറിയിൽ കിടക്കണം, ജിയുടെ ബൗണ്ടറിയിലാണ് കിടക്കുക. കിട്ടിയോ? അപ്പോൾ മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസെറ്റ്, ജിയുടെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ജി ഓപ്പൺ സെറ്റ്, അതിന്റെ ബൗണ്ടറി കൂടി ചേർത്തിട്ടാണ് ജി ക്ലോഷർ വരുന്നത്. ജി ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇത് മൊത്തമായിട്ട് വരുമല്ലോ, പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തൊട്ട് മുൻപ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വേർഷൻ പ്രകാരം എ എന്ന് പറയുന്ന ആൾ എവിടെ കിടക്കണം? ജിയുടെ ബൗണ്ടറിയിൽ കിടക്കണം. അപ്പോൾ എ ബിലോങ്സ് ടു ബൗണ്ടറി ഓഫ് ജി. കിട്ടിയോ? അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ജി ക്ലോഷർ എന്ന് പറയുന്നത് എവിടെയുള്ള ഇതാണ്? മാക്സിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ബൗണ്ടറി ഓഫ് ജി. ഇത് പ്രകാരം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതിലെ ഫസ്റ്റ് വേർഷനിൽ നമുക്ക് കണക്റ്റഡ്നെസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് വേർഷനിൽ ബൗണ്ടഡ്നെസ് പോയി കഴിഞ്ഞാൽ, ജിയുടെ ബൗണ്ടഡ്നെസ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ അതിന് മുൻപ് ഇനിയൊരു വേർഷനും കൂടി ഉണ്ട്, തേർഡ് വേർഷനും കൂടി ഉണ്ട്. അപ്പോൾ തേർഡ് വേർഷനിലോട്ട് പോകുന്നതിന് മുൻപ് കുറച്ച് ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ആ ഡെഫിനിഷൻസ് ഞാൻ നമുക്ക് നോട്ടായിട്ട് അയച്ചു തന്നുണ്ട് കേട്ടോ.